Hello friends, welcome to my new video. ഇത് കാനഡയിൽ വീട്ടിൻ്റെ ബേസ്മെന്റിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്ക് ഇന്ന് ഈ ഹൗസിൻ്റെ ബേസ്മെന്റ് പണിയുന്നതിന് മുമ്പേയും അതിനുശേഷവുമുള്ള കാഴ്ചകളൊന്ന് കാണാം. ഇപ്പോൾ ബേസ്മെന്റിന്റെ പണി സ്റ്റാർട്ട് ചെയ്തു. ഈ ഭാഗത്ത് അകത്ത് ഫോം നിറച്ചിട്ട് ഇൻസുലേഷൻ വാള് പോലെ ആക്കിയിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റില് മരം കൊണ്ട് ഇങ്ങനെ ഫ്രെയിംസ് ഉണ്ടാക്കും. അതിൻ്റെ മുകളിലായിട്ട് മരം കൊണ്ടുള്ള അല്ലെങ്കിൽ ബോർഡ് ഫിറ്റ് ചെയ്യും. ബോർഡ് അടിക്കുക ചെയ്യുക. കണ്ടോ, ഇതൊക്കെ വുഡൻ ഫ്രെയിംസ് ആണ്. അതിൻ്റെ മേലെ ഒരു സൈഡിൽ ബോർഡ് അടിച്ചിരിക്കുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ റൂഫ് ഫ്രെയിം അടിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ മേലെയാണ് ബോർഡ് ഫിറ്റ് ചെയ്യുന്നത്. ബോർഡ് അടിക്കുക ചെയ്യുക. മെറ്റൽ ഫ്രെയിമും ഉപയോഗിക്കും, പക്ഷെ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. വുഡൻ ഫ്രെയിമാണ് സാധാരണ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മേൽഭാഗം ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു എൻട്രി ഹാള്, 2 ബെഡ്റൂം, ഒരു കിച്ചൺ, പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി. കണ്ടോ, ഇവിടെ ഇൻസ്റ്റലേഷന് വേണ്ടി ഉപയോഗിച്ച ഫോം നമുക്കതിൽ കാണാം. ഇനി 90% കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥിതിയാണ് ഞാൻ കാണിക്കുന്നത്. ഈ സൈഡിൽ കുറച്ച് ഫിനിഷിംഗ് ബാക്കിയുണ്ട്. ബാക്കി ഇത് ഹോളാണ് കേട്ടോ. ചെറിയൊരു സെൻട്രൽ ഹോൾ. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. ഇത് ടവൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു മിറർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കാണുന്നതാണ് ബാത്ത് ചെയ്യാനുള്ള ഏരിയ, കുളിക്കാനുള്ള ഏരിയ ആണത് കേട്ടോ. ഇവിടെ സ്ലൈഡിംഗ് ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉള്ളിലോട്ടും പുറത്തോട്ടും തുറക്കാനുള്ള ഡോറാകുമ്പോൾ കുറെ സ്പേസ് ഒക്കുപ്പൈ ചെയ്യും. അത്ര സ്പേസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ലൈഡിംഗ് ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഭാഗത്തു നിന്നും സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനെ അടക്കും. ബാത്റൂമിൻ്റെ ചുമരും പിന്നെ ഫ്ലോറും ഒക്കെ ടൈൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും വരാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പിന്നെ ബാത്തിങ്ങിനുള്ള ഷവർ ഉണ്ട്. പിന്നെ ഇവിടെ ടോയ്ലറ്റ്. ഈ സൈഡിലായിട്ടൊരു ഹാങ്ങിങ് റോഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ വാഷിംഗ് മെഷീൻ പിന്നെ ഡ്രയറും രണ്ടും ഫിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്നത്.
പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമിന് ശേഷം വരുന്നത് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ ഒരു വിൻഡോ ഉണ്ട്, മേലെ ഭാഗം ആ കാണുന്നത്. അപ്പോൾ എയർ സർക്കുലേഷനൊക്കെ ഉണ്ടാവും. വാൾസൊക്കെ നല്ല രീതിയിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് കിച്ചൺ ആണ്. ഇതാണ് കിച്ചൺ. കിച്ചണിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഈ സൈഡിൽ കംപ്ലീറ്റ് കവേർഡ് ആണ്. പിന്നെ ഫ്ലോർ വുഡൻ ഫ്ലോർ ആണ്. കിച്ചൺ സ്റ്റാൻഡ് ഉണ്ട്. മേലെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. അതുകൂടാതെ താഴെ സൈഡിലും സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. കണ്ടോ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജ് സിസ്റ്റം ആണ്. പിന്നെ ഇത് കുക്കിംഗ് റേഞ്ച്. ഭക്ഷണം പാകം ചെയ്യാനുള്ള അടുപ്പ് 5 അതിലുണ്ട്. 2 വലിയതും 3 ചെറുതുമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അതിനുശേഷം വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം. ഇതിലും ഒരു വിൻഡോ ഉണ്ട്, ഈ കാണുന്നത്. ഫ്രണ്ട്സ്, ഈ ബേസ്മെന്റും എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു.